മൂന്ന് പടങ്ങൾ നല്ല പടങ്ങളാണ്. വൺ ഈസ് ഐ ആം ഗെയിം ദുൽഖറിൻ്റെ, മറ്റേത് ഖലീഫ പൃഥ്വിരാജിൻ്റെ, മറ്റേത് ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ. രണ്ടെണ്ണം ആക്ഷൻ ജോണറാണ്, ഒരെണ്ണം ഫാമിലി ജോണറാണ്. രണ്ട് ആക്ഷൻ ജോണർ തമ്മിൽ തല്ലു പിടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലിരിക്കുന്ന ഫാമിലിക്ക് ആൾ വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് എ ബിഗ് മാർക്കറ്റ് ഫോർ ഹോളിവുഡ് ഫിലിംസ്. ആൻഡ് ക്രിസ്റ്റഫർ നോളന് എനിക്ക് തോന്നുന്നു വിജയ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അയാൾക്കാണ്. 6 മാസത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം ഇനി എല്ലാവരും കാത്തിരിക്കുന്നൊരു സമയമാണ് ഓണം റിലീസുകൾ. എല്ലാ സമയം ഓണം റിലീസ് ആകുമ്പോൾ വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്രാവശ്യം അത് വലിയ 3 സിനിമകളാണ് ഇറങ്ങുന്നത്. അപ്പൊ ഓണം റിലീസുകളെ കുറിച്ച് ഞാൻ ഓരോ സിനിമകളെ കുറിച്ച് ചോദിക്കാം. സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണെന്ന് സാറിന് പറഞ്ഞാൽ. ഇത്തവണ 3 പടങ്ങൾ നല്ല പടങ്ങളാണ്. വൺ ഈസ് ഐ ആം ഗെയിം ദുൽഖറിൻ്റെ, മറ്റേത് ഖലീഫ പൃഥ്വിരാജിൻ്റെ, മറ്റേത് ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ. രണ്ടെണ്ണം ആക്ഷൻ ജോണറാണ്, ഒരെണ്ണം ഫാമിലി ജോണറാണ്. ആ മൂന്നെണ്ണത്തിലുമുള്ള സ്പേസ് കേരളത്തിലുണ്ട്. ഒറ്റൊരു ഇതെന്താ വെച്ചാൽ ഈ സ്ക്രീനെല്ലാം ഡിവൈഡ് ചെയ്ത് പോകും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാർ, ഇപ്പോൾ ഖലീഫയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പടത്തിന് എനിക്ക് തോന്നുന്നു ഈ 3 സിനിമകളിലൊരു ഭയങ്കര രീതിയിലുള്ള ഹൈപ്പ് ആ സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഒരു സ്റ്റില്ല് വന്നാൽ പോലും അതിന്റെ മ്യൂസിക് ഒക്കെ ഇട്ട് ആ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഒരു ആക്ഷൻ ജോണറാണ്. പൃഥ്വിരാജ് ഒരു കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നൊരു മാസ് മസാല സിനിമയാണ്. ഖലീഫയുടെ ഒരു പ്രതീക്ഷകളും അതിന്റെ ഒരു ഓപ്പണിംഗ് എസ്റ്റിമേഷനൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ 3 പടങ്ങളുണ്ട്, അപ്പോൾ സ്ക്രീൻ കൗണ്ട് കുറവായിരിക്കും. ഇറ്റ് ബി ഡിവൈഡഡ് ബിറ്റ്വീൻ ദി 3. എന്നാൽ തന്നെ ഈ മാക്സിമം ഇത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 400-450 സ്ക്രീൻസ് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ക്രോസിൻ്റെ ഫിഗറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ഡിവൈഡ് ചെയ്ത് പോകും. ബിക്കോസ് ദുൽഖറിൻ്റെ പടവും മോശമൊന്നുമില്ല. അപ്പോൾ അതും ഒരു 200-250 സ്ക്രീൻസ് അതെടുക്കും. ഇവരും ഒരു 200-250 എടുക്കും. പിന്നെ ബാക്കിയുള്ളത് ഇവരും എടുക്കും ബത്ലഹേം. അപ്പോൾ ഏകദേശം ഇവർ സമാസമം നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മറ്റേത് ഫാമിലി ജോണർ ആയതുകൊണ്ട് അതിനൊരു ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ബത്ലഹേം ഈ പറയുന്ന പോലെ ഒരു വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇപ്പോൾ നിലവിലില്ലെങ്കിൽ പോലും ഒരു എന്താണ് പറയുന്നത്, ഒരു അണ്ടർഡോഗ് ആയിട്ട് വന്നൊരു ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, വളരെ ചാൻസ് ഉണ്ട്. കാരണം 2 ആക്ഷൻ ജോണർ തമ്മിൽ തല്ലു പിടിക്കുമ്പോൾ അതിന്റെ സൈഡിലിരിക്കുന്ന ഫാമിലിക്ക് ആൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷവും നമുക്ക് അത്ര സിമിലർ സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ഒരു ഭാഗത്ത് ഹൃദയപൂർവ്വം, ഒരു ഭാഗത്ത് ലോക. അതെ, അത്തരത്തിലൊരു ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഒരു നല്ല കോമ്പറ്റീഷനാണ് ഈ 3 പേര് തമ്മിൽ. അതിൽ വിന്നർ ടേക്സ് ഓൾ. ഒരു സ്ക്രീൻ കൗണ്ടിന്റെ കാര്യത്തിലാണ് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഏത് സിനിമയ്ക്ക് നല്ല സ്ക്രീൻ പോകുന്നുള്ള ഒരു കൺഫ്യൂഷൻ. അല്ല, സ്ക്രീൻസ് ഒക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പൊ 2 സിനിമകളായിരുന്നെങ്കിൽ കിട്ടിയാനെ. ഇപ്പൊ 3ാമതും കൂടി വന്നപ്പോ സ്ക്രീൻ കൗണ്ട് ആക്ച്വലി കുറയും. ഇതിനിടയ്ക്ക് വേറൊരു സിനിമയും കൂടെ ഉണ്ട്, ടോക്സിക് വരുന്നുണ്ട് 26-ാം തീയതി. അത് 26-ാം തീയതിയാണ്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് മാനേജ് ചെയ്യാനുള്ള. ബട്ട് സ്റ്റിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 3 സിനിമയ്ക്കും പോസിറ്റീവ് റിവ്യൂ കിട്ടുമെന്ന് വിചാരിക്കുക. ടോക്സിക്കിന് ബുദ്ധിമുട്ട് വരും. ടോക്സിക് ഒരു വല്ലാത്ത ഡേറ്റിലാണ്. ഓഫ്കോഴ്സ് കേരളം മാത്രമേ ആ പ്രോബ്ലം ഉള്ളൂ. റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഈസ് ഓക്കെ. അപ്പൊ ടോക്സിക് ഈ പറയുന്ന പോലെ ഗീതു മോഹൻദാസ് ഡയറക്ട് ചെയ്യുന്ന പടമാണ്. KGF 2-ന് ശേഷം വരുന്ന ഒരു യശ് പടമാണ്. ഒരുപാട് ഈ പറഞ്ഞ ജനനായകൻ പോലെ തന്നെ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ വരുന്ന ഒരു സിനിമയാണ്. എങ്ങനെയായിരിക്കും ടോക്സിക് ഈ പറഞ്ഞ ഒരു KGF ലെവൽ ഓപ്പണിംഗ് എടുക്കാൻ പറ്റുമോ? അതിന്റെ ഒരു പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? അല്ല, ടോക്സിക്കിന് നല്ലൊരു ഓപ്പണിംഗ് വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ സ്ക്രീൻ കൗണ്ട് വളരെ കുറവായിരിക്കും. കാരണം ഈ 3 പടങ്ങൾ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നല്ല വിഷയം. ഓണത്തിന് റിലീസ് ചെയ്ത പടങ്ങൾ എങ്ങനെ നോക്കിയാലും സെക്കൻഡ് വീക്കിലേക്കുള്ള ഒരു ചുവടുവെപ്പ് ഉണ്ടാവും. 2 വീക്ക് പാക്ഡ് ആയിരിക്കും. കാരണം ഇത് 20-ാം തീയതി റിലീസാണെങ്കിൽ തന്നെ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് 25th-നാണ്. അപ്പൊ അത് കഴിഞ്ഞാലുള്ള പീരീഡ് ബെസ്റ്റ് പീരീഡാണ്. അപ്പോൾ എത്ര പടം മോശമാണെങ്കിലും ആ സമയത്ത് നല്ല കളക്ഷൻ. ഈ പറഞ്ഞ ഓണം തുടങ്ങുന്ന സമയത്താണ് കൃത്യം ടോക്സിക്കും വരുന്നത്. എക്സാക്ട്ലി. അപ്പോൾ സ്ക്രീൻസ് കിട്ടുന്ന കാര്യത്തിൽ ടോക്സിക്കിന് കുറച്ച് വളരെ ബുദ്ധിമുട്ടാകും. ബട്ട് ഈ പറഞ്ഞ അതും ഒരു വലിയ രീതിയിൽ പോസിറ്റീവ്. അതെ, അതിന് നല്ല ഇനീഷ്യൽ വരാൻ സാധ്യതയുള്ളൊരു ചിത്രമാണ്. ഇപ്പൊ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ഹിറ്റ് സിനിമകൾ എന്ന് പറയുന്നത് തെലുങ്കില് മാ ഇന്റി വെങ്കാരം എന്ന് പറയുന്ന സിനിമ, സാമന്ത നായിക എത്തിയ സിനിമ 100 കോടി കളക്ട് ചെയ്തു. തമിഴിൽ നിന്ന് ബ്ലാസ്റ്റ് വരുന്നു. അതൊരു ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കേരളത്തിലടക്കം ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായിട്ട് മാറി. മലയാളത്തിൽ നമുക്ക് മുമ്പേ ലോക വന്നു. അപ്പൊ ഈ വുമൺ സെൻട്രിക് സിനിമകൾ എല്ലാ ഭാഷയിലും കളക്ട് ചെയ്യുന്നൊരു ഇത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നായകന്മാരുടെ സിനിമ എന്നതിൽ നിന്ന് മാറി നായികമാരുടെ സിനിമ ഇപ്പോൾ രീതിയിൽ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഒരു ചുവട് മാറ്റം സാർ എങ്ങനെയാണ് നോക്കുന്നത്? അതൊരു ഇതല്ലേ, ഫിലിം ബേസ്ഡ് അല്ലേ.
അത് ഒരു ട്രെൻഡായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിനു മുമ്പും മഞ്ജു ആക്ട് ചെയ്ത ഹൗ ഓൾഡ് ആർ യു അത് നല്ല കളക്ഷൻ വന്നതാണ്. അതേപോലെ മറ്റേ എത്രയോ ചിത്രങ്ങൾ സക്സസ് ആയിട്ടുണ്ട് വിമൻ സെൻട്രിക്. എഗെയിൻ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ കണ്ടന്റ്. ഇതിപ്പോ ഒരുമിച്ച് വന്നു ഇതൊക്കെയല്ല, ഇതെല്ലാം ആക്ച്വലി ഒരു 2 മാസത്തിനുള്ളിൽ ഈ 2-3 ഫീമെയിൽ സെൻട്രിക് പടം വന്നതുകൊണ്ട് അതൊരു ട്രെൻഡായിട്ടും കണക്കാക്കാം. പക്ഷേ എന്നും ഉണ്ടായിരുന്നു ഇവിടെ. അതെ അതെ എന്നുണ്ട്. ഇപ്പൊ ബ്ലാസ്റ്റിന്റെ കാര്യം എടുത്ത് ചോദിക്കുമ്പോഴേ, ഇപ്പൊ കറുപ്പ് ഈ വർഷമാണ് വന്നത്. കറുപ്പ് കേരളത്തിലും നല്ല രീതിയിൽ റിസപ്ഷൻ കിട്ടിയ ഒരു സിനിമ. അതൊരു സർപ്രൈസ് ഹിറ്റ് ആയിരുന്നില്ല, കാരണം അതൊരു തമിഴ് ഫ്ലേവർ കലർന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് കേരളത്തിലും നല്ല റിസപ്ഷൻ കിട്ടി. ഇപ്പുറത്ത് അത് കഴിഞ്ഞുകൊണ്ടേ ബ്ലാസ്റ്റ് വരുന്നു. ഈ കറുപ്പിന്റെ റെക്കോർഡ് ബ്ലാസ്റ്റ് ബ്രേക്ക് ചെയ്യാണ് കേരളത്തില്. ഈ 2 അതർ ലാംഗ്വേജ് പടവും എങ്ങനെയായിരുന്നു? തിയേറ്ററിക്കലി നല്ല ഒരു മീൻസ് ഒരു പ്രീ റിലീസ് എങ്ങനെയായിരുന്നു? അതിനുശേഷമുള്ള ഒരു ആക്ച്വലി ഒരു 3 ഫ്ലോപ്പ് കഴിഞ്ഞിട്ടാണ് കറുപ്പ് സൂര്യക്ക് വരുന്നത്. അത് എന്താ കേരളത്തിലും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. കഴിഞ്ഞ 3 പടം വാഷ് ഔട്ട് ആയിരുന്നു. അപ്പൊ കറുപ്പിന് ആക്ച്വലി വലിയൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഒരു ഇനീഷ്യൽ വിചാരിച്ച ഇനീഷ്യൽ ഒന്നും വന്നില്ല. എന്നാൽ തന്നെ അതിനൊരു പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു. അതെ, എന്നിട്ടും അത് ആ കണ്ടന്റ് നല്ലതായതുകൊണ്ട് അത് കയറി പോയതാണ്. പക്ഷെ ബ്ലാസ്റ്റ് ആണ് ആക്ച്വലി ഈ കൊല്ലത്തെ സർപ്രൈസ് ഹിറ്റ്. കേരളത്തിലും വന്ന് വലിയ ഹിറ്റ് അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതെ കാരണം ബ്ലാസ്റ്റിൽ ഒന്നുമില്ല, ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത കുറെ ആക്ടേഴ്സ് ആർ ഓൾറെഡി പാസ് ദർ പ്രൈം. ഒരു കരാട്ടെ ജോണർ, ആക്ഷൻ ജോണർ, അതിൽ ആക്ച്വലി ഒരു യാതൊരു എക്സ്പെക്ടേഷനും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അത് പ്യുവർ കണ്ടന്റ് ബേസ്ഡ് വിക്ടറിയാണ്. ആൻഡ് മേക്കിംഗ് കേട്ടോ, മേക്കിംഗ് മോസ്റ്റ്ലി മേക്കിംഗ്, അതാണ് ആക്ച്വലി സർപ്രൈസ് ഹിറ്റ്. ഈ ബ്ലാസ്റ്റ് ആയാലും ഒരു സെക്കൻഡ് വീക്കിലൊക്കെ ആകുമ്പോൾ കൂടുതൽ തിയേറ്റേഴ്സിലൊക്കെ ഇരുന്നു. അത് ഇതിന്റെ ഒരു പോസ്റ്റ് റിലീസ് എൻക്വയറീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് സ്ക്രീൻസ് കൂട്ടാൻ നിങ്ങൾ തിയേറ്റേഴ്സ് ഓണർ തന്നെ ഇതിപ്പോ നാച്ചുറലായിട്ട് അന്ന് ബ്ലാസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ സ്ക്രീൻ കൗണ്ട് വളരെ കുറവായിരുന്നു. ഇൻഫാക്ട് ഐ തിങ്ക് ബിലോ 100 ആദ്യത്തെ. അവർ തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് സാറേ ചെറിയ തിയേറ്റർ ഉണ്ടെങ്കിൽ മതി, അങ്ങനെ പറഞ്ഞത്. ബിക്കോസ് അത്രയ്ക്കേ ഉള്ളൂ അതിൻ്റേത്. പക്ഷേ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാച്ചുറലി എല്ലാ തിയേറ്ററും എടുത്ത് കളിക്കും. പിന്നെ ഇതിൻ്റെ ഫണ്ട് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ആ ഫസ്റ്റ് 2 വീക്സിൽ പ്രൊഡ്യൂസർക്കും നല്ലതാണ്, ഡിസ്ട്രിബ്യൂട്ടർക്കും തിയേറ്ററുകാർക്കും നല്ലതാണ്. ബിക്കോസ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട് ഇൻ ദ ഫസ്റ്റ് 2 വീക്സ്. സോ ദ സ്ക്രീൻ കൗണ്ട് ഇൻക്രീസ്ഡ്. ഇൻഫാക്ട് സെക്കൻഡ് വീക്കിൽ അത് ആക്ച്വലി മോർ ദാൻ ഡബിൾ ആയി. സ്ക്രീൻ കൗണ്ട് ഓൾമോസ്റ്റ് ഡബിൾ. പിന്നെ എല്ലാ ഷോ ഈ പറയുന്ന പോലെ ഒരു ഹൗസ് പാക്ഡ് ആയിട്ട് ഒരു സിനിമയും കൂടെ ആണല്ലോ. അതെ അതെ അതെ. മലയാളം തമിഴ് സിനിമകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം ഹോളിവുഡ് സിനിമകൾ അല്ലെങ്കിൽ ചൈനീസ് ജാപ്പനീസ് സിനിമകൾക്കും ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ റിസപ്ഷൻ കിട്ടുന്നുണ്ടല്ലോ. ഡീമൺ സ്ലെയർ പോലുള്ള ഒരു ജാപ്പനീസ് സിനിമ ഇവിടെ വന്ന് വലിയ രീതിയിൽ കളക്ട് ചെയ്യുന്നു. ഏർലി മോർണിംഗ് ഷോസ് അടക്കം വയ്ക്കുന്നു. ഇപ്പോൾ ഒബ്സഷൻ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു കേരളത്തിൽ. റീസെന്റ് ഈവിൾ ഡെഡ് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അപ്പൊ ഈ ഹോളിവുഡ് സിനിമകൾ, ഇപ്പം ഹോളിവുഡ് സിനിമകൾക്ക് എന്നും കേരളത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. ബട്ട് ഇപ്പൊ റീസെന്റ് അതിന് വലിയ രീതിയിൽ ഒരു പുഷ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹോളിവുഡ് സിനിമകൾ ഈ കൊല്ലം പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നൊരു ഇതാണ്. കാരണം ഈ കൊല്ലം ഇപ്പോൾ ഫസ്റ്റ് 6 months എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 5-6 ഹോളിവുഡ് പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ട്. കാരണം അങ്ങനെ വരാറില്ല. കൊല്ലത്തിൽ ഒരു 2-3 ഒരു സൂപ്പർമാനോ സ്പൈഡർമാനോ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഇതിൻ്റെ അകത്ത് കൂടുതലും കളക്ഷൻ വന്നിരിക്കുന്നത് സ്റ്റാർ വാല്യൂ ഇല്ലാത്ത പടമാണ്. ഇപ്പൊ ഡെവിൾ വെയർസ് പ്രാഡ പാർട്ട് 2, ഒബ്സഷൻ, പിന്നെ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ ഒരുമാതിരി തിരക്കേടില്ലാണ്ട് മൾട്ടിപ്ലക്സിൽ നല്ല കളക്ഷൻ വന്നു. പിന്നെ കൂടുതൽ കളക്ഷൻ വന്നത് മൈക്കിൾ ആക്ച്വലി സൂപ്പർ ഹിറ്റാണ്. ഒരു കോൺസേർട്ട് പോലെ ആയി തിയേറ്റർ. കോൺസേർട്ട് മാത്രമല്ല ഒരു മലയാള പടത്തിന്റെ കളക്ഷനാണ് ആ പടത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ആക്ച്വലി ഹോളിവുഡിൽ കുറച്ച് മോശം ടൈമായിരുന്നു. ഈ കൊല്ലം അത് നന്നായിട്ട് മേക്കപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പൊ ഇന്നൊരു പറയുന്ന ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്റർ ഓണർ അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? മീൻസ് ഒരു ഹൈപ്പ് ഇല്ലാത്ത സിനിമയാണെങ്കിലും ഒരു പ്രീ റിലീസ് ഹൈപ്പ് ഒക്കെ നോക്കിയാണോ അതിനെ ചാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അല്ല, ഹോളിവുഡ് പടങ്ങൾ ഞങ്ങളൊക്കെ സ്ഥിരം ഹോളിവുഡ് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ പടവും കളിക്കും. അതിൻ്റെ അകത്ത് കയറി ക്ലിക്കായ കയറി അത്രേ ഉള്ളൂ. ഇപ്പം ഈ ഹോളിവുഡിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കേണ്ട 2 വലിയ റിലീസ് വരികയാണ് ഈ മാസം. നോളന്റെ ദി ഒഡീസിയും സ്പൈഡർമാനും. അപ്പൊ നോളൻ ഇന്ത്യയിലേക്ക് വരുന്നു, മുംബൈയിൽ വരുന്നു, സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു. സ്പൈഡർമാൻ ആണെങ്കിൽ വനിതാ വിനിതയില് എന്റെ ഫാൻ ഷോ വയ്ക്കുന്നത് ടോം ഹോളണ്ടിനെ കൊണ്ട് ഇനാഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് ഇപ്പൊ കേരള മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയുടെയും സ്പൈഡർമാന്റെയും പ്രതീക്ഷകൾ എന്തൊക്കെയാണ്?
കേരള മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഫോർ ദാറ്റ് ഹോളിവുഡ് ഈസ് ബിഗ്. ഇറ്റ് ഹസ് ബീൻ പ്രൂവ്ഡ് ഏർലിയർ ഓൾസോ. പക്ഷെ ഓഫ് ലേറ്റ് ഞങ്ങൾക്ക് പറയാമല്ലോ, ഇപ്പോൾ ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞൊരു പടം ഇന്ത്യയിൽ സൂപ്പറായിട്ട് കളക്ട് ചെയ്ത പടം. ഇൻഫാക്ട് ഒരു ടോപ്പ് 5 കൺട്രീസ് എടുത്ത് നോക്കിയാൽ ഇന്ത്യ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇന്ത്യ ഹാസ് എ ബിഗ് മാർക്കറ്റ് ഫോർ ഹോളിവുഡ് ഫിലിംസ്. ആൻഡ് ക്രിസ്റ്റഫർ നോളന് എനിക്ക് തോന്നുന്നു വിജയ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അയാൾക്കാണ്. കാരണം ഒരു 3.5 മണിക്കൂർ സിനിമ, ഫുൾ ഡ്രാമ ഇവിടെ ഞങ്ങൾ 50 ദിവസം ഓടിയതാണ്. അതൊന്നും ഞങ്ങൾക്ക് ആക്ച്വലി ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഈ ഓഡിസിക്കും ഞങ്ങൾ നല്ലൊരു ഇത് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ഷോ എന്തോ ഉണ്ടല്ലോ, 7 മണിക്ക് ഷോ എന്തോ. അതെ, ഇപ്പോൾ ആക്ച്വലി കുറച്ച് മെയിൻ തിയേറ്റേഴ്സിൽ ബുക്കിംഗ് കുറവാണ്. അത് കാരണം എന്താ വെച്ചാൽ അവർ ആദ്യം ഐമാക്സിനും വലിയ ഫോർമാറ്റിനും പ്രിഫറൻസ് കൊടുത്തു. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു നല്ല പ്രവണതയല്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി. ബട്ട് സ്റ്റിൽ ഒരു നല്ല ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പൈഡർമാൻ്റെ കാര്യം എടുത്താലും, ഇപ്പോൾ സൂപ്പർ ഹീറോ സിനിമകളുടെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഈ സൂപ്പർ ഹീറോ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള റിസപ്ഷൻ കിട്ടിക്കൊണ്ടിരുന്നില്ല. ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ സ്പൈഡർമാൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഹൈപ്പാണ് ആ സിനിമയ്ക്ക് വരുന്നത്. മാർവലിലും എനിക്ക് തോന്നുന്നു വലിയ എക്സ്പെക്ടേഷന് ശേഷം കൊണ്ടുവരുന്ന ഒരു മാർവൽ സിനിമയും കൂടെയാണല്ലോ. സ്പൈഡർമാൻ എങ്ങനെയായിരിക്കും ഒരു ഓപ്പണിംഗും? സ്പൈഡർമാൻ്റെ ഓപ്പണിംഗ് അടിപൊളിയായിരിക്കും, ഹ്യൂജ് ഓപ്പണിംഗ് ആയിരിക്കും. ഈ സൂപ്പർ ഹീറോസ് 2 കാറ്റഗറിയിലുള്ള ഹോളിവുഡിൽ. DC-യുടെ സൂപ്പർ ഹീറോസും മാർവലിന്റെ മാർവലാണ് ടോപ്പിൽ നിൽക്കുന്നത്. മാർവലിന്റെ അവർക്ക് 10 സൂപ്പർ ഹീറോ ഉണ്ടെങ്കിൽ അതിലൊരു 5 എണ്ണം സൂപ്പർ കളക്ഷൻ വരുന്ന ആൾക്കാർ, ബാക്കി 5 എണ്ണം മാത്രമേ ഒരു ആവറേജ് വരുള്ളൂ. പക്ഷെ DC-ക്ക് അത്രയും ഒരു ട്രാക്ഷൻ ഇന്ത്യയിലില്ല. കാരണം ബാറ്റ്മാനൊക്കെ ഒരു മിക്സ്ഡ് റിവ്യൂസ് കിട്ടും. മാത്രമല്ല ഇപ്പൊ ഇറങ്ങിയ സൂപ്പർ ഗേളും ഫ്ലോപ്പ് ആയിരുന്നു. സൂപ്പർമാനിനേക്കാളും കൂടുതൽ ഫാൻസ് ഉള്ളത് സ്പൈഡർമാനാണ്.